സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് വരുന്ന 5 ദിവസങ്ങളിലും. അടുത്ത 3 മണിക്കൂറിൽ കനത്ത മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വലിയ രീതിയിൽ കാറ്റ് വീശുന്നതിനുമുള്ള സാധ്യതയുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള പ്രവചനമാണ് നൽകുന്നത്. തലസ്ഥാനത്ത് ഇന്ന് പെയ്ത മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം വലിയ വെള്ളക്കെട്ടും രൂപപ്പെട്ടു. വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, തോരാതെ പെയ്യുകയാണ് മഴ. ഇനി വരുന്ന 5 ദിവസങ്ങളിൽ കൂടി അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. ഇന്ന് തലസ്ഥാനത്ത് പെയ്ത മഴയിൽ നഗരത്തിലടക്കം പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്താണ് നിലവിലെ സ്ഥിതി? രോഹിണി, ശക്തമായ മഴ തന്നെയാണ് ഇന്ന് 4 മണിക്കൂർ മുമ്പ് വരെ അനുഭവപ്പെട്ടതെന്നുള്ളതാണ്. തലസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന 3 മണിക്കൂറിലും സംസ്ഥാനത്ത് ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതായത് ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ കാറ്റും അതുപോലെ തന്നെ ഇടിമിന്നലും ഉണ്ടെന്നാണ്. ഇന്ന് ശക്തമായിട്ടുള്ള ഇടിമിന്നൽ തന്നെയാണ് ഇന്ന് പെയ്ത മഴയോടൊപ്പം അനുഭവപ്പെട്ടതെന്നുള്ളതാണ്. തലസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ മഴ പെയ്തതിന് ശക്തമായിട്ടുള്ള മഴ അനുഭവപ്പെട്ടു. ഒപ്പം തന്നെ ആ 4 മണിക്കൂർ പെയ്ത മഴയിൽ താഴ്ന്ന ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന് പറയുന്നുണ്ട്. ഇടവപ്പാതി മഴ കാലവർഷ മഴയാണോ എന്നുള്ള കാര്യത്തിലടക്കം ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട്. നേരത്തെ കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ അധികം വൈകാതെ തന്നെ ഇടവപ്പാതി മഴയായിരിക്കും എത്തുക എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. അടുത്ത 5 ദിവസവും സമാനമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തലസ്ഥാന ജില്ല കൂടി ഉൾപ്പെടുമ്പോൾ അത് 8 ജില്ലകളാകുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ മഴ മുന്നറിയിപ്പുമായി പരിശോധിക്കുമ്പോൾ മറ്റ് ജില്ലകളിൽ, അതായത് മധ്യ കേരളത്തിലടക്കം ശക്തമായിട്ടുള്ള മഴ ലഭിക്കുമ്പോൾ തെക്കൻ ജില്ലകളിൽ മഴ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്ന സാഹചര്യം വളരെ കുറവാണ്. പക്ഷേ ഇന്ന് പെയ്ത മഴയിൽ ശക്തമായിട്ടുള്ള താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളക്കേറിയതെന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മഴയാണ് പെയ്തതെങ്കിൽ പോലും ഏത് സമയവും മഴ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. അടുത്ത ദിവസം, അതായത് നാളെ 6 ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മഴ മുന്നറിയിപ്പ് ഉള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നും ഈ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നതിനടക്കം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ വകുപ്പും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുകൂടി പറയുന്നുണ്ട്. മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിനും ഒപ്പം തന്നെ അടിയന്തരമായി ഇടപെടൽ നടത്തുന്നതിനും ഈ തീരപ്രദേശങ്ങളിലും മറ്റിടങ്ങളിലുമൊക്കെ മഴ പെയ്യുമ്പോൾ ആ സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. തലസ്ഥാനത്ത് ജില്ലയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകൾ, അടിയന്തര ക്യാമ്പുകളടക്കം തുറക്കേണ്ട സാഹചര്യം വിലയിരുത്തുന്നതിനുമായി 2 ദിവസം മുൻപ് സംസ്ഥാനത്തെ കളക്ടർമാരുടെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലടക്കം വരുന്ന ദിവസങ്ങളിൽ കൈക്കൊള്ളേണ്ട നടപടികൾ, അതായത് മഴയുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളേണ്ട നടപടികൾ, ആ കാര്യങ്ങളിലടക്കം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വരും ദിവസങ്ങളിൽ നടപ്പാക്കുന്ന കാര്യങ്ങളും യോഗത്തിൽ വിലയിരുത്തൽ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കനക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണമെന്നുള്ളതാണ്. നിലവിൽ മത്സ്യബന്ധനത്തിനൊന്നും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അത്തരത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കുവാനുള്ള സാഹചര്യമുണ്ട്. കാരണം ശക്തമായ കാറ്റുണ്ടാകുമ്പോൾ മത്സ്യബന്ധനത്തിലേക്ക് പോകുന്ന യാനങ്ങളുടെ ദിശയിലടക്കം അടക്കം മാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അതായത് തിരമാല ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ യാന അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതിനാൽ തന്നെ സമാന ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ തന്നെ ശക്തമായ കാറ്റും അതുപോലെ തന്നെ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ തന്നെ വരും ദിവസങ്ങളിലും ഈ മത്സ്യബന്ധനത്തിനടക്കം വിലക്കുണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂൾ തുറക്കുന്നതിന് ഇനി 1 ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മഴ മുന്നറിയിപ്പുകളിലും വിദ്യാർത്ഥികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്ന തരത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 5 ദിവസത്തേക്കാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുള്ളത്. രോഹിണി, ശരി. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.